ഹലോ. അപ്പോൾ കുഞ്ഞു മിനിയുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഷോർട്ടായിട്ട് വീഡിയോസ് ചെയ്യാമെന്നല്ലാതെ ഇങ്ങനെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്നത് ഒറ്റപ്പാലത്തേക്കാണ്. അപ്പോൾ നമ്മുടെ അനങ്ങിനിമലയാണ് ഈ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. വെയിലൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ വിശാലമായി കിടക്കുക കേട്ടോ. ഹോസ്പിറ്റലിലൊക്കെ എത്തി ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം ഞങ്ങൾ ഈ ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നേരെ മുന്നിലായി വരുന്ന ശ്രീ വിനായക പറഞ്ഞൊരു ചായക്കടയിലാട്ടോ ഞങ്ങൾ കയറി. ഞാൻ എപ്പോഴും അങ്ങോട്ട് വരാനുള്ള സമയത്ത് ഇവിടെ നിന്ന് കേട്ടോ സ്ഥിരമായിട്ട് ചായ കുടിക്കാറ്. അപ്പോൾ നെല്ലുട്ടിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇതാ അവൾക്ക് അറിയില്ലായിരുന്നു, അവളിവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് വരാത്തതുകൊണ്ട് ഇവിടുത്തെ സ്പോട്ടൊന്നും തന്നെ അറിയില്ല കേട്ടോ. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് ചായയൊക്കെ മേടിച്ച് കൊടുക്കാൻ വന്നത്. പക്ഷേ ആൾക്ക് പല്ലുവേദന ആയതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഞാനൊരു കായ ബജി പഴംപൊരി ഓർഡർ ചെയ്ത് അവൾക്കൊരു പഴംപൊരി മതി എന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പം നമ്മുടെ ഷെയാനക്ക് മുട്ട ബജി വേണം പറഞ്ഞിട്ട് മുട്ട ബജി കഴിക്കാനൊന്നല്ല, എൻ്റെ ഉള്ളിലുള്ള മുട്ട കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം കൊണ്ട് അവന് മുട്ട ബജി മതി പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ ചായയൊക്കെ കിട്ടി, നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. പക്ഷെ അവൾക്ക് ഭയങ്കര ഡാർക്കാണ് പറഞ്ഞു, അവൾക്ക് ഭയങ്കര നല്ല പൊടിയിട്ട ചായയാണ് പറഞ്ഞു കേട്ടോ. എന്നാലും അവൾക്ക് കഴിക്കാൻ പറ്റില്ലുള്ളതും കൂടി എനിക്ക് തരിക ചെയ്തിട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ചായയോടെയൊക്കെ കഴിഞ്ഞ് അവൾ പറഞ്ഞിരിക്കുന്നത് ബിരിയാണി വേണമെന്നാട്ടോ. ബിരിയാണി എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള അത്ഭുത ബിരിയാണി വേണമെന്നാട്ടോ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴെങ്കിലൊക്കെ എല്ലോ അനിയത്തിമാരെ കൂട്ടി വരിക, അപ്പോൾ ഒന്ന് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ചായ കുടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബസ്സൊക്കെ കയറി ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. പോരുന്ന വഴിയിലായിരുന്നു അലങ്ങനടി ഇരുന്ന സ്ഥലത്താട്ടോ. ഇവിടെ ഭയങ്കര തിരക്കുള്ള ഒരു സ്പോട്ടാണ് അലങ്ങനടി മലയുടെ താഴെയായിട്ട് തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല തിരക്ക് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഈ വഴി വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ ബിരിയാണി ഉണ്ട്, അതുപോലെ ബീഫ് ബിരിയാണി ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ബിരിയാണി, അൺലിമിറ്റഡ് ബിരിയാണി എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര വേണമെങ്കിൽ റൈസ് കിട്ടും. പിന്നെ നമുക്ക് ചിക്കൻ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചിക്കൻ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ ഒന്ന് കയറി നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും തിരിച്ചു കേട്ടോ. ഭയങ്കര ചൂടും വെയിലും ഒക്കെ അല്ലേ. അപ്പോൾ എന്തായാലും ബിരിയാണി സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്നത്തെ മിനി വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഓക്കേ.